സോ KTU BTech ഫസ്റ്റ് ഇയറിൻ്റെ കോളേജ് ട്രാൻസ്ഫറിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ KTU കോളേജ് ട്രാൻസ്ഫറിൻ്റെ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് പറയാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ BTech സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചില നിങ്ങൾ റെഗുലർ BTech സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം കോളേജിലൊക്കെ പോയിട്ട് BTech പഠിക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് പഠിക്കുന്നവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങും S2 എക്സാമിനേഷൻ കഴിയുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. BTech S2 എക്സാമിനേഷൻ, അതായത് S2 എക്സാമിനേഷൻ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ S2 എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം ഉണ്ടാവും ആ ഗ്യാപ്പിലായിരിക്കണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സോ ആ ഒരു സമയത്ത് S2 എക്സാമിനേഷൻ കഴിയുമ്പോഴാണ് S1 എക്സാമിനേഷൻ കഴിയുമ്പോഴല്ല. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് വർക്കിംഗ് ഡേ തേർഡ് സെമസ്റ്റർ, അതായത് സെക്കൻഡ് ഇയർ, പിന്നെ നിങ്ങൾ ഏത് കോളേജിലാണോ കോളേജ് ട്രാൻസ്ഫർ കൊടുത്ത് കിട്ടുന്നത് ആ കോളേജിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ S2 എക്സാമിനേഷൻ കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, ഓൺലി ഫോർ റെഗുലർ BTech സ്റ്റുഡൻസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആ പുതിയ കോളേജ് തന്നെ പഠിക്കേണ്ടി വരും. പഴയ കോളേജിലേക്ക് തിരിച്ച് വരാൻ പറ്റില്ല, കാരണം പഴയ കോളേജിലേക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടാവും. നമ്മളെ JEES തൃശ്ശൂരിലേക്കൊക്കെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് NSS, RIT, MIC കോളേജിനൊക്കെ മെയ്സിനൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂരിന് സീറ്റിലേക്ക് കുറേ സ്റ്റുഡൻസ് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കോളേജ് ട്രാൻസ്ഫർ നടക്കാറുണ്ട്. അടുത്തത്, ഇത് ആരൊക്കെ എലിജിബിൾ അല്ല, ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് ഇതിന് എലിജിബിൾ അല്ലാത്തത്? ഫസ്റ്റ് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനി, അതേപോലെ തന്നെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ്, അതേപോലെ തന്നെ സ്റ്റുഡൻസ് അഡ്മിറ്റഡ് അണ്ടർ TFW സ്കീം, അതേപോലെ തന്നെ EWSകാർ, അതേപോലെ സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ഇൻ എനി സൂപ്പർ ന്യൂമററി സീറ്റ് അത് നോക്കുക. അടുത്ത ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷന് പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്ത മാതിരി തന്നെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ കോളേജ് ട്രാൻസ്ഫർ പറ്റും. സോ JEE എക്സാം ചെയ്യുന്ന സ്റ്റുഡൻസിനുണ്ട് ഫിസിക്സ് വളരെ സൂപ്പർ ബാച്ചസ് ആണ്. ഫസ്റ്റ് തന്നെ JEE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് 2.0 2024 ബാച്ചാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുൺ JEE അഡ്വാൻസ് 2024 ബാച്ചാണ്. സോ ഈ രണ്ട് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കിട്ടാൻ പോകുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇന്ത്യസ് ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ് ഉണ്ടാവും. അതേപോലെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ക്യൂസ് ഫോർമാറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. PDF നോട്ട്സും എല്ലാ ക്ലാസ്സുകളും ശേഷം കിട്ടും. കൃത്യമായിട്ട് ആപ്പിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഫിസിക്സ് വാലിയുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ JEE ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അടിപൊളി ടെക്സ്റ്റ് ബുക്സ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 5 വർഷത്തെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ JEE അഡ്വാൻസ്ഡ് ബാച്ചും അതേപോലെ JEE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള VN150 അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് 150 rupees ഡിസ്കൗണ്ട് കൂടി കിട്ടും. സോ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എൻറോൾ ചെയ്ത് നോക്കുക. ആരൊക്കെ തമ്മിൽ കോളേജ് ട്രാൻസ്ഫർ പറ്റും എന്ന് വെച്ചാൽ ഏതൊക്കെ ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡ് കോളേജസും തമ്മിൽ പറ്റും. ഗവൺമെൻറ് എയ്ഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NSS, അതേപോലെ തന്നെ മെയ്സ്, TKM ഒക്കെയാണ് ഈ ഗവൺമെൻറ് എയ്ഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ TKM ഒക്കെ ഇപ്പോൾ ഓട്ടോണമസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് നിങ്ങൾ ആ കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ അവിടെ തന്നെ ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്താണ് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ് ടു ഫൈനാൻസിങ് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജ് എന്ന് വെച്ചാൽ അവർ തമ്മിൽ ചില ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് IHRD അണ്ടറുള്ള കോളേജ് വെച്ച് വേറൊരു IHRD കോളേജിലേക്ക്, അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജാണ്, മറ്റേ പ്രൈവറ്റ് കോളേജ്, അല്ലാണ്ട് പ്രൈവറ്റ് ഗവൺമെൻറ്റോ ഗവൺമെൻറ് പ്രൈവറ്റോ ഇല്ല. ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് ഇൻ എയ്ഡഡ് കോളേജിലുള്ള മാനേജ്മെൻറ്റ് സീറ്റിന് അതും പറ്റും. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് സീറ്റിനൊക്കെ പറ്റുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം 2022, അതായത് ലാസ്റ്റ് ഇയറിൻ്റെ സാധനമാണ് കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പം നിങ്ങൾ സാധാരണ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസിൽ ഇപ്പോൾ 10 സീറ്റ് ഉണ്ട് CETയിൽ. നിങ്ങൾ ഒരു 12 പേര് അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പം 12 സീറ്റ് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് ആയിരിക്കും നോക്കുക. എൻട്രൻസ് എക്സാമിനേഷൻ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, കീമിൻ്റെ റാങ്ക് ആയിരിക്കും അപ്പോൾ എടുക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാതിരിക്കുക. കീമിൻ്റെ റാങ്ക് ആയിരിക്കും എടുക്കുന്നത്. എന്ന് വെച്ചാൽ കീമിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പം 16,000 20,000 ഒക്കെ ഉള്ളവർക്ക് വരെ 18,000 ഒക്കെ ഉള്ളവർ CETയിൽ ഇലക്ട്രിക്കൽ കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാം. കണ്ടിട്ടുണ്ട് 12,000 ഉള്ള ഒരാൾക്ക് CETയിൽ ഇലക്ട്രിക്കൽ കിട്ടിയിട്ടുണ്ട്. അത് 2021 അപ്പോൾ കോളേജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കീമിൻ്റെ റാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻസിന് ഡിപ്പെൻഡ്, കാരണം വളരെ കുറച്ച് ആൾക്കാർ ഇത് കൊടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ പലരും കോളേജിൽ വൈബ് സെറ്റായാൽ കോളേജ് മാറാൻ താല്പര്യം കാണിക്കുന്ന ആളാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ സപ്ലി ഇല്ലാതിരിക്കണം കേട്ടോ. ഇത് കാൻഡിഡേറ്റ് ഷുഡ് ഫുൾഫിൽ ദ അക്കാഡമിക് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഫോർ ദ പ്രൊമോഷൻ ടു തേർഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക് എലിജിബിലിറ്റി പറഞ്ഞാൽ സപ്ലിയുടെ കേസാന്ന് തന്നെയാണ്. സപ്ലി ഉണ്ടാവരുതെന്നാണ് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് കോളേജ് ട്രാൻസ്ഫറിന്. സോ സപ്ലി ഉണ്ടാവാണ്ടിരിക്കണം, മാക്സിമം അത് ട്രൈ ചെയ്യുക. സപ്ലി ഉള്ളവർക്ക് പറ്റില്ല എന്നാണ് പൊതുവെ അറിഞ്ഞിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കാം.
പിന്നെ നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളും കൂടി അപ്രൂവ് ചെയ്യണം കേട്ടോ. ഈ കോളേജ് ട്രാൻസ്ഫർ നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൾ അതെന്തായാലും അപ്രൂവ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് വെക്കണം സ്വന്തമായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചതിന് ശേഷം നിങ്ങൾ കോളേജ് ട്രാൻസ്ഫറിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം പല കുട്ടികൾ എന്നോട് റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കോളേജ് ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടുള്ള. സോ എന്തായാലും 2022-23 ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഈ വർഷം S2 എക്സാമിനേഷൻ കഴിഞ്ഞുകൊണ്ടുമ്പോൾ വരും. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ഇയർ ഉണ്ടായത്. സെയിം പോലെ തന്നെ ആയിരിക്കും വരുന്ന ഇയറിലും വരുന്ന അടുത്ത സെമസ്റ്റർ 2 കഴിഞ്ഞിട്ടും. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇതൊരു റെഫറൻസ് ആക്കി എടുത്താൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇത് ലാസ്റ്റ് ഇയർ നടന്നത്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.